JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വ്യാഴത്തിൻ്റെ രാശിമാറ്റം മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ 2025 രാശിമാറ്റം എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച് ചില സൂചനകൾ നൽകാൻ വേണ്ടിയാണ്. മിഥുനൻ രാശി എന്ന് പറയുമ്പോൾ മകയിരത്തിൻ്റെ 3, 4 പാദം, തിരുവാതിര, പുണർദത്തിൻ്റെ 1, 2, 3 പാദങ്ങളാണ് മിഥുനൻ രാശിക്കാർ. വ്യാഴം ബുദ്ധി, അറിവ്, ദയ, പുണ്യം, ആത്മീയ കാര്യങ്ങൾ തുടങ്ങി നിത്യജീവിതത്തിൽ വളരെ സുപ്രധാനമായ പങ്ക് വഹിക്കുന്ന ഒരു ഗ്രഹമാണ്. വ്യാഴത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വ്യാഴത്തിൻ്റെ മഹത്വവും ജീവിത വിജയവും എന്ന പേരോടുകൂടി വ്യാഴത്തിൻ്റെ എല്ലാ വശങ്ങളെയും പരാമർശിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ വ്യാഴം എന്ന ഗ്രഹത്തിൻ്റെ കാര്യങ്ങൾ ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ പറയുന്നത് മിഥുനൻ രാശിക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ രാശിമാറ്റം മൂലം ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. 2024 മെയ് മാസം 1 തീയതി മുതൽ മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 12ാം ഭാവമായ നഷ്ടസ്ഥാനത്താണ് വ്യാഴം സഞ്ചരിക്കുന്നത്. 2025 മെയ് 14 വരെ ഈ സ്ഥാനത്ത് തുടരുകയും ചെയ്യും. അത്ര മെച്ചമല്ലാത്ത 12ലെ വ്യാഴം ചില സമയങ്ങളിൽ ചില ഗുണങ്ങളൊക്കെ നൽകുകയും ചെയ്യും. 2024 ഒക്ടോബർ 9 മുതൽ 2025 ഫെബ്രുവരി 4 വരെ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലത്ത് ദോഷത്തിന് ചില കുറവുകൾ ഉണ്ടാവുകയും ചെയ്യും. വ്യാഴം ചില ഗുണങ്ങളൊക്കെ നമുക്ക് നൽകുകയും ചെയ്യും. ഒരു വർഷം പല അവിചാരിതമായ നഷ്ടങ്ങളും അധിക ചിലവും ഉണ്ടാക്കുന്ന ഒരു ഭാവമാണ് ഈ 12ാം ഭാവം. കാരണം വ്യാഴം ഒരു വർഷമാണ് ഒരു രാശിയിൽ സഞ്ചരിക്കുന്ന സമയം. 12ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ 12ാം ഭാവം എന്ന് പറയുന്നത് വ്യയസ്ഥാനമെന്നും നഷ്ടസ്ഥാനമെന്നും നാശസ്ഥാനമെന്നും ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ സഞ്ചാരക്ലേശം, വിദേശവാസം, മനോവിഷമം, ദാരിദ്ര്യം, ചില ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം സംഭവിക്കാവുന്ന ഒരു സ്ഥാനമാണിത്. വരവിനേക്കാൾ കൂടുതൽ ചിലവെന്ന് പറഞ്ഞാൽ ചിലവിൻ്റെ കാര്യത്തിൽ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനൊക്കെ അപ്പുറമായിരിക്കും. മനസ്സറിയാതെ പല ചിലവുകളും വന്നുകൂടാം. അതുപോലെ നഷ്ടങ്ങളും വരാം. വക്രഗതി സമയത്ത് ചില ഗുണങ്ങളൊക്കെ ഉണ്ടായെന്നും വരാം. 2022 ഏപ്രിൽ 13 മുതൽ 2023 ഏപ്രിൽ 22 വരെ വ്യാഴം ലാഭസ്ഥാനമായ 11ാം ഭാവത്തിൽ സഞ്ചരിച്ച സമയം ബുദ്ധിപരമായ ചില തീരുമാനങ്ങളും പുതിയ ചില പദ്ധതികളും നടപ്പാക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം വ്യാഴം ബുദ്ധിയെ ഗുണത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന, ദൈവാധീനത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ്. കർമ്മരംഗത്ത് പുത്തൻ പ്രതീക്ഷകൾ ഉണ്ടാക്കുന്നതും വ്യാഴമാണ്. അവിചാരിതമായി പലതും തുടങ്ങാനും പലതും ലഭിക്കാനും അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വന്നുകൂടുന്നതും ഈ 11ാം ഭാവത്തിലാണ്. പൊതുവെ ജീവിതത്തിൽ മെച്ചപ്പെട്ട ഒരു കാലം എന്ന് പറയാവുന്ന ഒരു സമയം കൂടിയാണ് ഈ 11ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിച്ചാലും. സന്താനങ്ങളുടെ കാര്യത്തിലും നല്ല അനുഭവമാണ്. വിദ്യാഭ്യാസം കൊണ്ട് പ്രയോജനം ഉണ്ടാകുക, ജോലിയിൽ ഇല്ലാത്തവരെ സംബന്ധിച്ച് ജോലി ഉണ്ടാകുക, അതുപോലെ വിദ്യാഭ്യാസം, ജോലി, സന്താനങ്ങളെ സംബന്ധിച്ച് ചില പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിരിക്കുന്നവരെ സംബന്ധിച്ച് അത്തരത്തിൽ അവർക്ക് സന്തോഷമുണ്ടാകുന്ന സാഹചര്യം. സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ പലതരത്തിലുള്ളവർക്ക് അതൊക്കെ ഒരു പരിധിവരെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു സന്ദർഭം. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും പല വിധത്തിൽ പലതും ലഭിക്കാനുമുള്ള അവസരങ്ങൾ. സഹോദര ഗുണവും ഭൂമിലാഭവും സാമ്പത്തികമായ അഭിവൃദ്ധിയുമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം. കൃഷിഭൂമിക്ക് കുറെ കൂടി മെച്ചപ്പെട്ട ഒരു അവസ്ഥ ലഭിക്കാനും, അതായത് കൃഷിക്കാരൊക്കെ ആണെങ്കിൽ ആ കാർഷിക വൃത്തിയിൽ കുറെ പ്രയോജനമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരുന്നു. 7ാം ഭാവാധിപൻ കൂടി ആയതുകൊണ്ട് വിവാഹ സംബന്ധമായ കാര്യത്തിൽ ഗുണമുണ്ടാകാനും, കാരണം മിഥുനൻ രാശിക്കാരുടെ 7ാം ഭാവം ധനുവാണ്. അപ്പോൾ 7ാം ഭാവാധിപൻ എന്ന് പറയുന്നത് തന്നെ വ്യാഴമാണ്. അപ്പോൾ ആ വ്യാഴം 11ാം ഭാവത്തിൽ വരിക എന്ന് പറയുമ്പോൾ മെച്ചപ്പെട്ട നിലയിലുള്ള ഒരു ഭാര്യയെ കിട്ടുക, അല്ലെങ്കിൽ മെച്ചപ്പെട്ട നിലയിൽ ഒരു വിവാഹം നടത്താനുള്ള സാധ്യത വരിക, ഇതൊക്കെ അതിനെ സൂചിപ്പിക്കും. അഥവാ ഭാര്യ മൂലം ഏതെങ്കിലുമൊക്കെ ചില പ്രയോജനങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക. കൊടുക്കൽ വാങ്ങൽ, അതായത് നേരത്തെ ഉണ്ടായിരുന്ന ചില ബാധ്യതകളൊക്കെ കുറയ്ക്കാനും യാത്ര കൊണ്ട് മെച്ചമുണ്ടാക്കാനും അതിനു മുമ്പുണ്ടായിരുന്ന ചില പ്രയാസങ്ങളൊക്കെ ഒന്ന് മാറാനും അല്ലെങ്കിൽ കുറയ്ക്കാനും
2022 ഏപ്രിൽ മുതൽ 2023 ഏപ്രിൽ വരെയുള്ള വ്യാഴം 11-ൽ സഞ്ചരിച്ച കാലത്ത് ഇങ്ങനെയൊക്കെ സാധിക്കുമായിരുന്നു. അതിനു മുമ്പ് 10-ാം ഭാവത്തിൽ സഞ്ചരിച്ച കാലം അത്ര വലിയ മെച്ചമൊന്നും ഉണ്ടായി എന്ന് പറയാനും സാധിക്കില്ല. ജോലിഭാരം കൂടാം, യാത്രാക്ലേശം ഉണ്ടാകാം, ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളുമൊക്കെ പല വിധത്തിൽ നമ്മളെ പ്രയാസപ്പെടുത്താം. ഒരു ഞെരുക്കവും ഒരു ബുദ്ധിമുട്ടും ചില മാനസിക വിഷമതകളുമൊക്കെ ഉണ്ടായെന്ന് വരാം. 10-ാം ഭാവം ജാതകത്തിൽ വ്യാഴം നിൽക്കുന്നത് നല്ലതാണെങ്കിലും ഗോചരത്തിൽ അത്ര വലിയ മെച്ചമൊന്നും ഉണ്ടാകത്തില്ല. തട്ടിമുട്ടി കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഷ്ടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചെന്ന് വരും. പിന്നെ വ്യാഴം വളരെ ഉച്ചമായ നിലയിൽ ജാതകത്തിൽ നിലനിൽക്കുകയും ആ വ്യാഴദശ അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ച് 10-ാം ഭാവത്തിൽ ചില ഗുണങ്ങളൊക്കെ ഉണ്ടായി, അതൊക്കെ ജീവിതത്തിൽ ചില ഉയർച്ചകളൊക്കെ ഉണ്ടാക്കിയെന്നും വരാം. 2021 നവംബർ മുതൽ 2022 ഏപ്രിൽ വരെ വ്യാഴം കുംഭൻ രാശിയിൽ 9-ാം ഭാവത്തിൽ സഞ്ചരിച്ച സമയം കുടുംബത്തിൽ മംഗളകരമായ അനുഭവങ്ങളും ഭാഗ്യാനുഭവങ്ങളും, 9-ാം ഭാവം ഭാഗ്യസ്ഥാനവും അതുപോലെ തന്നെ പിതൃസ്ഥാനവും പുണ്യസ്ഥാനവും അങ്ങനെയൊക്കെയുള്ള സ്ഥാനമായതുകൊണ്ട് തന്നെ സന്താനങ്ങളെ സംബന്ധിച്ചും പിതൃജനങ്ങളെ സംബന്ധിച്ചും ഭാഗ്യത്തെ സംബന്ധിച്ചും ഒക്കെയുള്ള ചില ഗുണങ്ങളൊക്കെ നമുക്ക് ഉണ്ടായെന്ന് വരും. കാരണം ഇവിടെ 7-ാം ഭാവാധിപൻ 9-ൽ നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ അനുകൂലമായ ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നു എന്നതാണ്. പിതാവ്, പുത്രൻ, ഭാഗ്യം, മുജ്ജന്മ പുണ്യം, ഗുരുക്കന്മാരെ, സൽക്കർമ്മങ്ങളെ എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണ് ഈ 9. അതുകൊണ്ടാണ് ഭാഗ്യസ്ഥാനം എന്നൊക്കെ പറയുന്നത്. വ്യാഴം ജാതകത്തിൽ നല്ല ഭാവത്തിൽ ബലവാനായി നിൽക്കുന്നവരെ സംബന്ധിച്ച് ഈ പറയപ്പെട്ട കാര്യങ്ങളിലെല്ലാം തന്നെ മെച്ചമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. സന്താന ലാഭം ഉണ്ടാവും, മക്കളുടെ കാര്യത്തിൽ വിദ്യാഭ്യാസപരമോ തൊഴിൽപരമായ ഗുണമുണ്ടാകും, പിതാവിൽ നിന്നും ഗുരുജനങ്ങളിൽ നിന്നും പല നേട്ടങ്ങളും ലഭിക്കും, മുൻപ് ചെയ്ത കർമ്മങ്ങളുടെ ഫലം സിദ്ധിക്കും, ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം വരും, മതാചാരം, ക്ഷേത്രാചാരം മുതലായ കാര്യങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ വരും, ദാനധർമ്മങ്ങൾ നടത്തുക തുടങ്ങിയ നല്ല കുറേ അനുഭവങ്ങളും ലഭിക്കുന്ന സമയമാണ് ഈ 9-ാം ഭാവം. ജാതകത്തിൽ വ്യാഴം മോശമായിട്ട് ബലഹീനമായിട്ടൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യമൊന്നും ഉണ്ടായെന്നും വരികയില്ല. വ്യാഴം 8-ാം ഭാവത്തിൽ നീചരാശിയായ മകരത്തിൽ 2021 നവംബറിന് മുമ്പുള്ള ഒരു വർഷം ഉണ്ടായിരുന്നു. അതാലോചിച്ചാൽ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെ, കഷ്ടത, അപവാദം, സാമ്പത്തിക പ്രശ്നം എന്ന് വേണ്ട പലതുകൊണ്ടും വളരെ മോശപ്പെട്ട ഒരു സാഹചര്യം അനുഭവിക്കേണ്ടി വന്ന ഒരു സമയമാണ്. ഓരോ രാശിയിലും വ്യാഴം സഞ്ചരിക്കുമ്പോൾ നല്ലതും ചീത്തയുമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഈ 8-ാം ഭാവത്തിലും 9-ാം ഭാവത്തിലും 10-ാം ഭാവത്തിലും ഒക്കെ വ്യാഴം സഞ്ചരിച്ച ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നിങ്ങളോട് പറയുന്നത്. അല്ലാതെ ജീവിതത്തിലെല്ലാം ഒരുപോലെ ഒന്നും ഇരിക്കുകയില്ലല്ലോ. 2025 മെയ് 14 മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം മിഥുനൻ രാശിയായ ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. മിഥുനൻ രാശി ബുധൻ്റെ ജന്മരാശിയാണ്. ബുധൻ്റെ സമനാണ് വ്യാഴം. എന്നാൽ വ്യാഴത്തിൻ്റെ ശത്രുവാണ് ബുധൻ. ബുധൻ അറിവിൻ്റെയും വ്യാഴം ബുദ്ധിയുടെയും ഗ്രഹമാണ്. അതിനാൽ വിദ്യാഭ്യാസമുള്ളവർക്ക് ബുദ്ധിമോശം സംഭവിക്കാവുന്ന സമയം കൂടിയാണ്. അതുകൊണ്ടാണ് ഞാനിത് വ്യക്തമായിട്ടങ്ങ് പറഞ്ഞത്. കാരണം ബുധൻ വിദ്യയുടെയും വ്യാഴം ബുദ്ധിയുടെയും ആളാണ്. അപ്പം വ്യാഴത്തിൻ്റെ ശത്രുവാണ് ബുധൻ. അപ്പം ബുധൻ വ്യാഴം ബുദ്ധിയെ സൂചിപ്പിക്കുന്നു, ബുധൻ അറിവിനെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ടാണ് വിദ്യാഭ്യാസം ഉള്ളവർക്കും ബുദ്ധിമോശം സംഭവിക്കാവുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞത്. വിദ്യാഭ്യാസം ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ആലോചിക്കുക, ബുദ്ധിപരമായി കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ചിന്തിക്കുക. യുവാക്കൾ, ബന്ധുക്കൾ എന്നിവരുമായിട്ട് ഒക്കെ അഭിപ്രായ വ്യത്യാസമൊക്കെ വരാം. തൊഴിൽ സംബന്ധമായി ചില സ്ഥാനചലനങ്ങളും വരാം. സാമ്പത്തികമായും ബുദ്ധിപരമായുമുള്ള കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുമ്പോൾ ഈശ്വരാധീനമൊക്കെ ഉണ്ട്, നമുക്ക് ചിലപ്പം ഈശ്വര വിശ്വാസമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ കുറച്ച് മാറ്റമൊക്കെ വരും. അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടമൊക്കെ വരാം. വ്യാഴത്തിൻ്റെ കേന്ദ്രാധിപത്യം വലിയ ഗുണം ചെയ്യത്തില്ല എന്നുകൂടി പറയുന്നുണ്ട്. കാരണം വ്യാഴം മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് കേന്ദ്ര ആധിപത്യമുള്ള ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ അത് ഒരുപാട് മെച്ചപ്പെട്ട അനുഭവങ്ങൾ കൊടുക്കുകയില്ല എന്നും ജാതകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ജാതകത്തിൽ അത് നല്ല നിലയിലാണ് എങ്കിൽ ഈ പറയുന്ന കേന്ദ്രാധിപത്യ ദോഷമൊന്നും വലുതായിട്ട് അനുഭവപ്പെടത്തുമില്ല. ജന്മരാശിയിലെ വ്യാഴം കഴിഞ്ഞാൽ 2026 മെയ് മാസം മുതൽ വ്യാഴം
ഉച്ചരാശിയായ കർക്കിടകത്തിൽ വരും. അപ്പോൾ ഒരു വർഷം വ്യാഴം ജന്മരാശിയിൽ സഞ്ചരിക്കുന്നു. പിന്നീട് 2026 മെയ് മാസം മുതൽ വ്യാഴം ഉച്ചരാശിയായ കർക്കിടകത്തിൽ 2ാം ഭാവമായ ധനസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ ഈ ഒരു വർഷം പല വിധത്തിലുള്ള നേട്ടങ്ങൾ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള വർഷമാണ്. അതുകൂടി അങ്ങ് മുൻപേ പറയുകയാണ്. സാമ്പത്തികമായും കുടുംബപരമായും മെച്ചമുണ്ടാക്കാനും വിദ്യാഭ്യാസത്തിൽ ഉന്നത വിജയമുണ്ടാകാനും തൊഴിൽപരമായ നേട്ടമുണ്ടാക്കാനും കുടുംബസ്വത്ത് അതുപോലെ മെച്ചപ്പെട്ട വിവാഹം അങ്ങനെ പല പുരോഗതിയും ഉണ്ടാകാനിരിക്കുന്ന ഒരു കാലമാണ്. അതൊന്നും അത്ര വിദൂരമല്ല. കാരണം 2026 മെയ് മാസം എന്ന് പറയുന്നതൊന്നും ഒരുപാട് കാലം നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെയൊക്കെ ഗുണം ലഭിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഈ മിഥുനൻ രാശിക്കൂറുകാരും പല പ്രായത്തിലുള്ളവർ കാണും. ആ പ്രായത്തിൻ്റെ അനുസരിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ 50 വയസ്സ് കഴിഞ്ഞവരെ സംബന്ധിച്ച് വിദ്യാഭ്യാസം കൊണ്ട് ഒരുപാട് ഗുണമുണ്ടാകും എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ വിദ്യാഭ്യാസം ചെയ്യുന്നവരെ സംബന്ധിച്ച് ആ പ്രായത്തിലുള്ളവർക്കാണ് അതിൻ്റെ നേട്ടം. അതുപോലെ ജോലി സംബന്ധമായി കാര്യങ്ങൾ മുന്നോട്ട് ചിന്തിക്കുന്നവർക്കാണ് അതിൻ്റെ നേട്ടം വരുന്നത്. ഇപ്പോൾ 10-70 വയസ്സ് 65 വയസ്സ് കഴിഞ്ഞ് വീട്ടിൽ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ജോലിയിൽ പുരോഗതി ഉണ്ടാകും എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. അപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഓരോ ഘട്ടമായി ഓരോ പ്രായത്തിനനുസരിച്ച് ഉള്ള ആൾക്കാരുടെ സ്വഭാവം അനുസരിച്ച് തന്നെ നമ്മൾ കാര്യങ്ങൾ പരിഗണിച്ച് മനസ്സിലാക്കണം എന്നതാണ് സൂചിപ്പിച്ചത്. 2026 മെയ് മാസം മുതൽ വളരെ നല്ല സമയമാണെങ്കിലും 2026 മെയ് മാസം മുതൽ മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായും കുടുംബപരമായും അതുപോലെ വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും കഷ്ടതയും പ്രയാസമൊക്കെ മാറി ജീവിതത്തിൽ ഒരു മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ആണെങ്കിലും ഈ 2025 മെയ് മാസം മുതൽ ജന്മത്തിലെ വ്യാഴമാണ്. അത് 12ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തേക്കാൾ കുറച്ചുകൂടി ഭേദമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം 12ാം ഭാവത്തിൽ നിൽക്കുന്ന അത്രയും പ്രശ്നങ്ങൾ ജന്മരാശിയിൽ നിൽക്കുമ്പോൾ ഉണ്ടാകില്ല. എന്നാൽ ഒരുപാട് വലിയ ഗുണങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നെങ്കിൽ വ്യാഴം അറിഞ്ഞു തരുന്നതാണ് എന്ന് നമ്മൾ വിചാരിക്കണം. അങ്ങനെ അറിഞ്ഞു തരണമെങ്കിൽ നമ്മളൽപ്പം ഈശ്വര വിചാരത്തോടു കൂടിയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതെ അങ്ങനെയൊന്നും ചിന്തിക്കാതെ നല്ല രീതിയിൽ ആലോചിച്ച് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റേതായ മെച്ചം ഉണ്ടാവുകയും ചെയ്യും. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ആലോചിച്ചും അതുപോലെ തന്നെ വീണ്ടും വിചാരത്തോടു കൂടിയും ഈശ്വര വിചാരത്തോടു കൂടിയും മുന്നോട്ട് പോയാൽ അവർക്ക് കുഴപ്പമൊന്നുമില്ലാതെ തന്നെ ഈ 2025 മെയ് മുതലുള്ള ഒരു വർഷം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിച്ചും ശ്രദ്ധിച്ചും മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.